നടനും സംവിധായകനുമായ എ രാജേന്ദ്രൻ അന്തരിച്ചു. ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ നടനായിരുന്നു രാജേന്ദ്രൻ. നാടകം, സിനിമ എന്നിവയ്ക്കൊപ്പം ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. ഏറെ നാളായി ചികിത്സയിൽ കഴിയവെയാണ് രാജേന്ദ്രൻ വിട പറഞ്ഞത്. 71 വയസ്സായിരുന്നു. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. വടകര നിയമസഭാ മണ്ഡലത്തിലെ RMP സ്ഥാനാർത്ഥി KK രമയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ചിഹ്നം സംബന്ധിച്ച തർക്കം തുടരുന്നു. താൻ ആവശ്യപ്പെട്ട ഫുട്ബോൾ ചിഹ്നം അനുവദിക്കാനാവില്ലെന്ന ഭരണാധികാരിയുടെ നിലപാടാണ് RMPക്ക് തിരിച്ചടിയായത്. ഈ ചിഹ്നം ഗോവയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭരണാധികാരി അപേക്ഷ നിരസിച്ചത്. കഴിഞ്ഞ തവണയും രമ മത്സരിച്ചത് ഇതേ ചിഹ്നത്തിലായിരുന്നു. RMP സ്ഥാനാർത്ഥികളെല്ലാം ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിക്കാറുള്ളത്. ഇതേ ചിഹ്നം ആവശ്യപ്പെട്ടാണ് KK രമ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. നിലവിൽ ടെലിവിഷൻ ചിഹ്നമാണ് KK രമയ്ക്ക് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചിഹ്നം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമായിട്ടില്ല. LDF സ്ഥാനാർത്ഥിയായ V. ശിവൻകുട്ടിക്കെതിരെ പരാതി നൽകി BJP. V. ശിവൻകുട്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതാണ് BJPയുടെ പരാതി. മന്ത്രി പദവി ദുരുപയോഗം ചെയ്ത് വോട്ട് അഭ്യർത്ഥിച്ചതായും പരാതിയിലുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി BJP ലീഗ് ഇൻചാർജ് മണ്ഡലം വരണാധികാരിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ചിഹ്നം പതിച്ച മന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും വീണ്ടും ആവശ്യപ്പെട്ട് ശിവൻകുട്ടി വീടുകൾ തോറും കത്തുകൾ വിതരണം ചെയ്തുവെന്നാണ് BJPയുടെ പരാതി. വേനലവധി വെട്ടിക്കുറിച്ചെന്ന വ്യാജ പ്രചരണത്തിൽ നിയമ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനലവധി 1 മാസമായി കുറച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയെന്ന തരത്തിലുള്ള സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത് വ്യാജമാണെന്നാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചത്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് അവധി. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചാണ് ഇത്തരമൊരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. നിലവിലെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ യാതൊരുവിധ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല. LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഫേസ്ബുക്ക് കമന്റിട്ട പോലീസുകാരന് സസ്പെൻഷൻ. പാങ്ങോട് സ്റ്റേഷനിലെ CPO വൈശാഖൻ സതീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയുടേതാണ് നടപടി. വാമനപുരത്തെ LDF സ്ഥാനാർത്ഥി DK മുരളി ജയിക്കുമെന്നായിരുന്നു കമന്റ്. ഒരു മാധ്യമത്തിന്റെ വാമനപുരം ഇത്തവണ ആർക്കൊപ്പം എന്ന തലക്കെട്ടോടുകൂടിയ പോസ്റ്റിലായിരുന്നു കമന്റ് ഇട്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. സേനയ്ക്ക് അപമതിപ്പും കളങ്കവും ഉണ്ടാക്കിയെന്നും SP-യുടെ ഉത്തരവിൽ പറയുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് SDPI. ജില്ലാ കൌൺസിൽ അംഗം അഷ്റഫ് KM-ന്റെ സ്ഥാനാർത്ഥിത്വമാണ് UDF പിൻവലിച്ചത്. SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെതിരെ നേരത്തെ UDF രംഗത്തെത്തിയിരുന്നു. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നായിരുന്നു UDF-ന്റെ ആവശ്യം. എന്നാൽ ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഇനിയും സമയമുണ്ടല്ലോ എന്നുമാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഇന്നലെ പ്രതികരിച്ചത്. പിന്നാലെ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് SDPI സ്ഥാനാർത്ഥിയായ KM അഷ്റഫ് പത്രിക പിൻവലിച്ചത്. കളക്ടറേറ്റിലെത്തിയ KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. ചികിത്സയിലായിരുന്ന യുവാവിനെ ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കിയതായി പരാതി. കൊല്ലം സ്വദേശിയായ അനീഷിനെയാണ് ഡിസ്ചാർജ് ചെയ്തതിന് പിന്നാലെ കളമശ്ശേരി ബസ് ടെർമിനലിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയത്. ദില്ലിയിൽ നിന്ന് ആലുവയിലെത്തിയ ഇദ്ദേഹത്തെ നേരത്തെ അജ്ഞാതർ ആക്രമിക്കുകയും മോഷണം നടത്തുകയും ചെയ്തിരുന്നു. തലയ്ക്കും മുഖത്തിനും ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ ആദ്യം ആലുവ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ തന്റെ ആരോഗ്യനില മോശമായിട്ടും ആശുപത്രി അധികൃതർ തന്നെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നുവെന്ന് അനീഷ് ആരോപിച്ചു. മദ്യപിച്ചെത്തിയ പോലീസുകാരൻ മദ്യലഹരിയിൽ KSRTC ബസ് ഓടിക്കാൻ ശ്രമിച്ചു. കേസ് പത്തനംതിട്ട സ്റ്റാൻഡിലെത്തിയ ബസ് പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്ത ശേഷം ബസ് ഡ്രൈവർ ഓഫീസിലേക്ക് പോയ സമയത്താണ് പോലീസുകാരൻ മദ്യലഹരിയിൽ ബസ് ഓടിക്കാൻ ശ്രമിച്ചത്. പമ്പയ്ക്കുള്ള KSRTC ബസ്സാണ് അടൂർ എയർ ക്യാമ്പിൽ നിന്നെത്തിയ ആയൂർ സ്വദേശി മനോജ് കുമാർ എന്ന പോലീസുകാരൻ ഓടിക്കാൻ ശ്രമിച്ചത്. ബസ് നേരത്തെ പോകണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30-ഓടെയാണ് സംഭവം. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ PDP. മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയാണ് KM അഷ്റഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. BJPക്കുള്ള വിജയസാധ്യത ഒഴിവാക്കാനാണ് UDF-നെ പിന്തുണയ്ക്കുന്നതെന്ന് PDP ജില്ലാ പ്രസിഡന്റ് SM ബഷീർ റസ്വി പറഞ്ഞു. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെല്ലാം LDF-നെയാണ് PDP പിന്തുണയ്ക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വലിയ തോതിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ BJPയോടൊപ്പം ചേർത്ത് UDF പരാജയപ്പെടുത്തിയെന്ന ആക്ഷേപം മഞ്ചേശ്വരത്തെ SDPI പ്രവർത്തകർക്കുണ്ട്.
എടയാറിലെ ഓയിൽ കമ്പനിയിൽ തീപിടുത്തം, ഒരു മരണം. ഇന്ന് രാവിലെ 8:30 CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. കത്തിക്കരിഞ്ഞ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തീപിടുത്തത്തിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയും ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നു.